സമാധാനം അത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ സമാധാനം എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതിന് പ്രത്യേകിച്ചൊരു ഉത്തരം എനിക്കും അറിയില്ല. എന്നാലും എൻ്റെ മനസ്സിൽ പലപ്പോഴായി തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രകൃതിയുടെ നിശബ്ദതയിൽ നിന്ന് തന്നെയാണ് നമുക്ക് യഥാർത്ഥ സമാധാനം കിട്ടുന്നതെന്നാണ്. മരങ്ങളിലൂടെ വീശുന്ന കാറ്റും ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദവും സൂര്യൻ്റെ ചൂടുള്ള പ്രകാശവും എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സമാധാനം എന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലാണെന്നതാണ്. ആഴത്തിൽ ശ്വാസം വലിക്കുമ്പോൾ മനസ്സിലെ ഭാരങ്ങൾ പതിയെ മാറിപ്പോകുന്നില്ലേ? അതുപോലെ ഓരോ ശ്വാസവും നമ്മെ എപ്പോഴൊക്കെയോ തുല്യതയിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഓരോ നിമിഷവും നമ്മെ കൂടുതൽ ശാന്തമാക്കുന്നുമുണ്ട്. പ്രകൃതിയിൽ നിന്നാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. പക്ഷേ അതൊന്നും വേഗത്തിലല്ല. എന്നാൽ എല്ലാം എല്ലാ സമയത്തും നടക്കുകയും ചെയ്യുന്നുണ്ട്. മലകൾ നിശബ്ദമായി ഉറച്ചു നിൽക്കുന്ന പോലെ, നദികൾ ക്ഷമയോടെ വഴികൾ ഉണ്ടാക്കുന്നത് പോലെ, പുഷ്പങ്ങൾ സ്വാഭാവികമായി വിരിയുന്നത് പോലെ ഈ സൗന്ദര്യത്തിൽ നമ്മൾ തന്നെ തിരിച്ചറിയും അല്ലേ? സമാധാനം പുറത്തേക്ക് തേടേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മളത് തിരിച്ചറിയാൻ മാത്രമാണ് ബാക്കി. അത് അത്ര വേഗത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പ്രകൃതിയുടെ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മൾ ഹൃദയത്തിലേക്ക് മടങ്ങിയെത്തും. അപ്പോൾ അവിടെ ഒരു നിശബ്ദതയുണ്ടാവും, വ്യക്തതയുണ്ടാവും. വളരെ തിരക്കേറിയ ജീവിതത്തിലൂടെയാണ് നമ്മൾ ദിവസവും കടന്നു പോകുന്നത്. നമ്മുടെ ആ ജീവിതചര്യയിൽ നമ്മൾ പലപ്പോഴും തിരക്കിലായിരിക്കും. ജോലി, ബാധ്യതകൾ, ശബ്ദങ്ങൾ, അതിനിടയിൽ നമ്മൾ തന്നെ മറന്നുപോകും. പക്ഷേ ഒരു നിമിഷം നിശബ്ദമായി ഒന്നിരുന്ന് ചായയുമായി പ്രിയപ്പെട്ടൊരു പുസ്തകത്തിൻ്റെ പേജുകൾ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയിൽ നടക്കുമ്പോൾ, അവിടെ തന്നെ നാം സമാധാനം കണ്ടെത്തും. ഗുണമേന്മയുള്ള സമയം എന്നത് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ ആവശ്യമില്ല. അത് നമ്മൾക്ക് സന്തോഷം തരുന്ന ചെറിയ നിമിഷങ്ങളായാലും മതി. ഒരു ശ്വാസമെടുത്ത് മനസ്സിനെ ശാന്തമാക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. അത്തരത്തിലുള്ള ചെറിയ നിമിഷങ്ങളിലാണ് യഥാർത്ഥ സമാധാനം മറഞ്ഞിരിക്കുന്നത്. നമ്മളത് തിരിച്ചറിയുമ്പോൾ ജീവിതം കൂടുതൽ പ്രകാശമുള്ളതും ലാളിത്യപൂർണവുമായി മാറുന്നു.